ഹലോ എവ്രി വൺ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ പെർഫോമൻസ് എങ്ങനെയായിരുന്നാണ്. അതായത് നമ്മൾ ബ്രേക്ക് പോയിന്റിൽ ഇന്ന് വന്ന ട്രേഡുകളും അത് എങ്ങനെയാണ് പോയിരുന്നത്, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര ലോസ് ഉണ്ടാക്കി എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ നിഫ്റ്റി എന്തായിരുന്നു സ്ഥിതി എന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഒരു വോളറ്റൈൽ മാർക്കറ്റായിരുന്നു. അതായത് നിഫ്റ്റി ഒരു റേഞ്ചിലായിരുന്നു എന്ന് പറയാം. ഈ ഒരു റേഞ്ചിലായിരുന്നു നിഫ്റ്റി. ഒരു നല്ല രീതിയിലുള്ള അപ്പ് മൂവോ ഒരു ഡൗൺ മൂവോ ഉണ്ടായിരുന്നില്ല. ഒരു സൈഡ് വേസ് ആയിരുന്നു മൊത്തത്തിൽ നോക്കിയാൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഇത്രയും ഒരു വീക്കായിട്ടുള്ള മാർക്കറ്റിലും ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് പോയിന്റ് ട്രേഡുകൾ തന്നത്, സിഗ്നൽസ് കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് നോക്കാവുന്നത് മാക്സ് ഹെൽത്ത് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി ഇന്ന് രാവിലെ കിട്ടിയത് 9:24. അത് ഓൾറെഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് സ്ഥിതി നോക്കാം. ഇത് നമുക്ക് കിട്ടിയത് 1143ക്കാണ്. 1143 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1143 ഓൾമോസ്റ്റ് ഇവിടെയാണ് പ്രൈസ്. ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്, നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 2% നമുക്ക് ഗെയിൻ കിട്ടി. അതായത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ ഇതാണ് ഒരു റേഞ്ച് കിട്ടിയത് നമുക്ക് 2%. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ഭാരതി എയർടെൽ. ഇത് 924 തന്നെ 1891. ഏതാണ്ട് ഇവിടെ. ഓക്കെ, ബോട്ടമിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടി. നമുക്കതിൻ്റെ ഗെയിൻ വന്നിരിക്കുന്നത് അതിൻ്റെ നമുക്ക് ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് 1.28 ആണ്. അതായത് ഒരു റെസിസ്റ്റൻസ് വെച്ച് നമുക്കൊരു എന്താ പറയുക, അത് ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ എക്സിറ്റ് എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ 1% നമുക്ക് ഇൻട്രാഡേ കിട്ടി. നമുക്ക് ഇതിൽ പറയുന്ന പോലെ, അതായത് നമുക്ക് ഇതിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് വന്നേക്കുന്നത് 1901 ആണ്. 1910 നമുക്ക് നോക്കാം എത്ര വരെ എത്തിയെന്ന്. ഓക്കെ, നമുക്ക് അതിന് മേളിലും നമുക്ക് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. 1915 വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് എല്ലാ ടാർഗറ്റ്സും നമുക്ക് കിട്ടിയെന്ന് പറയാം. അടുത്തത് സിയറ്റ് ആണ്. സിയറ്റ് 926. 926-ന് 3528. അതും നല്ല ബെസ്റ്റ് റിസൾട്ടാണെന്ന് തോന്നുന്നത്. 3528 കമ്പയർ ചെയ്യാം. പീക്ക് 3.29 ആണ്. നമുക്കത് 3.29 ആണ് അതിൻ്റെ പീക്ക് പോയേക്കുന്നത്. പ്രീവിയസ് റെസിസ്റ്റൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2.77 റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. അടുത്തൊരു ട്രേഡ് നസാറ. നസാറ നമുക്ക് ട്രിഗർ അയക്കുന്നത് 1025-ലാണ്. 1025 ഇവിടെ ആയിട്ട് വരും. അത് അതിൻ്റെ പീക്ക് വന്നിരിക്കുന്നത് 4.76 ആണ് അതിൻ്റെ ഗെയിൻ വന്നിരിക്കുന്നത് ഇന്ന്. അടുത്തത് കോറമാണ്ടൽ 2268-ലാണ്. 2268 ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. നമുക്ക് പീക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു 3% എന്ന് പറയാം. നമുക്ക് പ്രീവിയസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ 1.49 നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് എല്ലാ നമ്മുടെ ടാർഗറ്റ്സും നമുക്ക് അച്ചീവ് ആയിട്ടുണ്ടാകത്ത് ഇല്ല. ലാസ്റ്റ് ടാർഗറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് 2334 നമ്മൾ ഹൈ മേക്ക് ചെയ്തേക്കുന്നത്. ഇതിൽ വന്നത് 2338 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടാവും. അടുത്തത് നമുക്ക് ഫാസ്റ്റ് 3 ആണ്. ഫാസ്റ്റ് 3 എങ്ങനെയാണെന്ന് നോക്കാം. ഫാസ്റ്റ് 3 വന്നത് 959 ആണ് എൻട്രി വന്നത് 543-ക്ക്.
543 ഏതാണ്ട് ഇവിടെയാണ് കിട്ടിയത് നമുക്ക് എൻട്രി. അതൊരു പീക്ക് 4% പീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ. ബൽറാം ചീനി നമുക്ക് 1013 കിട്ടിയത് 550. $1030 550. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 3.5% പീക്ക് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഗാബ്രിയലാണ്. ഗാബ്രിയൽ 1020 557. $1020 557. $557 somewhere here. Okay. So ഇതിൻ്റെ പീക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5.85%. വെരി ഗുഡ് റിട്ടേൺ. അടുത്തത് നമുക്ക് 1040 വന്ന ഒരു ട്രിഗറാണ്. അത് നമുക്ക് 839. ഇവിടെ ആയിരിക്കും. 1.5%. ഇവൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നോക്കിയാലും ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഏതാണ്ട് നമുക്കതിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് റെസിസ്റ്റൻസ് 858 നമ്മളത് ടച്ച് ചെയ്തിട്ടില്ല. അടുത്തത് രാംകോ സിമെന്റ് 947. അതും ഒരു 1.1% നമുക്ക് പീക്ക് ഉണ്ടാക്കിയിട്ട് നേരെ റിവേഴ്സ് ആയതാണ്. റെസിസ്റ്റൻസ് 952 അതിൻ്റെ. ഓക്കെ, ഓൾറെഡി അത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് കിട്ടി, ഹിറ്റായത് 956 നമുക്ക് അതിൻ്റെ മേളിൽ നമുക്ക് ഹിറ്റായിട്ടുണ്ടായിരുന്നു 957. ടൊറന്റ് ഫാമ 12 മണിക്ക് 12:10 3298 ട്രിഗർ ആയത്. 3298 ഇത് പെർഫോം ചെയ്തിട്ടില്ല. ഇത് നേരെ റിവേഴ്സ് ആവുകയാണ്. ഓൾമോസ്റ്റ് 0.57% നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ളത്. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു -0.21 നിൽക്കുന്നത്. ഇപ്പോൾ അത് പെർഫോം ചെയ്തിട്ടുള്ളത്. സാരേഗാമ 12:27 530. ഓക്കെ, ഇവിടെയാണ് ട്രിഗർ അയക്കുന്നത്. അത് നമുക്കൊരു ക്ലോസ് ടു 1% പീക്കാണ് വന്നേക്കുന്നത്. 535 535 ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടില്ല അതിൻ്റെ. സോ ഇത് റിപ്പീറ്റഡ് ആയി വന്നേക്കുന്നത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി. ഇത് നമുക്ക് ഒരു 1 o'clock പിന്നെയും ഹിറ്റായിട്ടുണ്ട്. 1 o'clock ഹിറ്റായപ്പോൾ
ഇതിൻ്റെ പ്രൈസ് സംവെയർ ഹിയർ. ഓക്കെ, അത് 847 847 ഹിറ്റായിരുന്നത്, പിന്നെ അത് വലിയ പെർഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് കിട്ടിയ 13 റിസൾട്ടിൽ ഓൾമോസ്റ്റ് 11 പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്കിന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻട്രാഡേ സ്കാനറാണ്. നമുക്ക് ഇതിൽ ഈ സെയിം പേജിൽ തന്നെ നമുക്കൊരു ട്രെൻഡ് ഓവർവ്യൂ കിട്ടും. നമുക്കിത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ 15 മിനിറ്റ്സും 1 അവറും 1 ഡേയും ട്രെൻഡ് നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കുമ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് 15 മിനിറ്റ്സും 1 അവറുമാണ്. സോ നിങ്ങൾ ഇതുവരെ ബ്രേക്ക് പോയിന്റ് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് ആക്സസ് ചെയ്യാനായിട്ട് breakpoint.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ലോഗിൻ ഓപ്ഷൻ കിട്ടും. ആ ലോഗിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ അപ്പ് ഓപ്ഷൻ വരും. നമുക്ക് ആ സൈൻ അപ്പ് ഓപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു OTP നമ്മുടെ ഇമെയിലിലേക്ക് വരും. ആ ഇമെയിൽ OTP എടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ആക്സസ് സെറ്റാവും. നമുക്ക് ആ സെറ്റായി കഴിഞ്ഞാൽ വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ പേജിലേക്ക് വരിക, ക്ലിക്ക് ഓൺ ലോഗിൻ, എന്നിട്ട് നമ്മുടെ ഐഡിയും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൽ വന്ന് നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്സസ് ചെയ്യാം. നിങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഇവിടെ എക്സ്പയർഡ് ആയിരിക്കും. ആ എക്സ്പയർഡ് സ്റ്റാറ്റസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കിട്ടും, ETF ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡ് ഫ്രീ ഫീച്ചറാണ് നമ്മുടെ. ഇതെന്താണെന്ന് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ സ്ട്രാറ്റജി ട്യൂട്ടോറിയൽ പോയാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്കാനർ, നമ്മുടെ ഇൻട്രാഡേ സ്കാനറോ അല്ലെങ്കിൽ സ്വിംഗ് സ്കാനറോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്കാനറോ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു എക്സ്പയർഡ് സ്റ്റാറ്റസിലുള്ള യൂസർ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടും, റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇത് കൂടാതെ നമുക്ക് വേറെയും ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കൊരു ട്രെൻഡ് ഫുൾ അറിയാൻ പറ്റുന്ന ഫീച്ചർ, അതായത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയും ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഇൻട്രാഡേയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇൻഫർമേഷൻസ് ആണ് ഈ പേജിലുള്ളത്. സോ ഇതൊക്കെയാണ് കുറച്ച് ഫീച്ചേഴ്സ്. ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഫുൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അറിയാൻ നമ്മുടെ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ഉണ്ട്, ഫീച്ചേഴ്സ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. അത് കാണുക, അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.